إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം, നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നും എപ്പോഴും എവിടെയും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് ആകമാനം ഇസ്ലാം എന്ന മതത്തെ അജീയമായി എല്ലാതരം പ്രത്യയശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും ചിന്താധാരകൾക്കും ചിന്തകൾക്കും അപ്പുറം ഇവിടെ നിലനിർത്തുമ്പോഴും മുസ്ലിങ്ങൾക്കിടയിൽ അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിങ്ങൾക്കിടയിൽ കക്ഷിത്വവും ഗ്രൂപ്പിസവും ഒരു സംഘടനയും ഇല്ല എന്ന് വാദിക്കുന്നവരിൽ പോലും ധാരാളം കക്ഷിത്വങ്ങൾ ദിനേന വളർന്ന് വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഒന്നിക്കാൻ എന്താണ് ഒരു വഴി? അല്ലെങ്കിൽ എന്തുകൊണ്ടാണിത്? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന വലിയൊരു പ്രവചനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ ഔ സനതൈനി വ70 ഫിർഖ. ജൂതന്മാരും ക്രിസ്ത്യാനികളും 71 72 കക്ഷികളായി വിഭജിച്ചു പോയിട്ടുണ്ട്. വഫതറഖത്തിൻ നസാറ അലാ 71 വ70 ഫിർഖ. ക്രിസ്ത്യാനികൾ 71 72 ആയിട്ടുണ്ട്, ജൂതന്മാർ 71 72 ആയിട്ടുണ്ട്. വതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ. എൻ്റെ ഉമ്മത്തി 73 കക്ഷികളാണ്. അവരായതോ 71 72 പക്ഷെ എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളാണ്. കുല്ലു ഫിർഖത്തിൻ ഫിന്നാർ ഇല്ലാ വാഹിദ. എല്ലാ കക്ഷികളും നരകത്തിലേക്കുള്ളതാണ്, ഒന്നൊഴികെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അബൂ ഉമാമത്തുൽ ബാഹിമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേതാണ്? അയ്യിൻ നാജിയ, അത് വിജയിക്കപ്പെട്ട കക്ഷിയാണ്. നമുക്കറിയാം, പ്രവാചകന്മാരുടെ പ്രബോധനമായി ഖുർആൻ പരിചയപ്പെടുത്തേണ്ട വയാ ഖൗമി മാലി അദഊകും ഇലൻ നജാ. ഞാൻ നിങ്ങളെ വിജയത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. വതദഊനനി ഇലൻ നാർ, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണോ? നിങ്ങൾ ക്ഷണിക്കുന്നത് എന്നെ നരകത്തിലേക്കാണ്, ഞാൻ നിങ്ങളെ വിജയത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അങ്ങനെ വിജയിക്കപ്പെട്ടൊരു വിഭാഗം ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരെ പറ്റി ഞാൻ ഖുർആൻ പറഞ്ഞത് അവർ വിജയിച്ചവരാണ്. ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് വിജയം നേടിയത്. എന്താണ് അവരുടെ പ്രത്യേകത?
അവർ സത്യത്തിന്റെ വക്താക്കളാണ്, അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ തസാലു തൈഫത്തും മിൻ ഉമ്മത്തി വാഹിരീന അലൽ ഹഖ്. എന്റെ ഉമ്മത്തിൽ ഉൾപ്പെട്ട ഒരു സംഘം അവർ സത്യത്തിന്റെ മേൽ വിജയം നേടിയവരായിക്കൊണ്ടേയിരിക്കും. ലാ യദുറുഹും മൻ ഖസലഹും. അവരെ അവഗണിക്കുന്നവർ അവർക്കൊരു ഉപദ്രവം വരുത്തുകയില്ല. ഒരു വിഭാഗം സത്യത്തിൽ വിജയം നേടിക്കൊണ്ടേയിരിക്കും. അവരെ അവഗണിക്കുന്നവർ അവർക്ക് ഒരു ഉപദ്രവം വരുത്താൻ സാധ്യമല്ല. മുആവിയ റളിയല്ലാഹു അൻഹു ചെയ്ത റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു മിൻ ഉമ്മത്തി ഉമ്മത്തുൻ ഖായിമത്തുൻ ബിഅംരില്ലാഹ് ലാ യദുറുഹും മൻ ഖസലഹും വലാ മൻ ഖാലഫു മത്താ യഅതിഹും അംറുല്ലാഹി വഹും അലാ ദാലിക്. എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് നിലകൊള്ളുന്നവരായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരെ കഴിയൊടിച്ചവരോ അവരോട് വിയോജിച്ചവരോ അവർക്കൊരു വിഷവും വരുത്തുകയില്ല. അല്ലാഹുവിന്റെ കാര്യം വരുന്നത് വരെ അവർ ആ സ്ഥിതിയിൽ തന്നെ ആയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ബൽ ജാഅഹും ബിൽ ഹഖ്. പ്രവാചകന്മാരെ പറ്റി പറയാണ്, അവർ സത്യം കൊണ്ടാണ് വന്നത്. വഅക്സറുഹും ലിൽ ഹഖ് കാരിഹൂൻ. എന്നാൽ അധിക പേരും സത്യത്തെ വെറുക്കുന്നവരാണ്. പ്രവാചകന്മാർ ഹക്ക് കൊണ്ടാണ് വന്നത്, എന്നാൽ അധിക പേരും ആ ഹക്കിനെ വെറുക്കുന്നവരാണ്. സഹോദരന്മാർ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. ഏ വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിലയുറപ്പിക്കണം. സത്യത്തിന്റെ വക്താക്കളുണ്ട്, അത് ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ ഒരു സംഘം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദ. വിശ്വാസികളെ, നിങ്ങൾ സത്യം പറയണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ സത്യം പറയണം. അപ്പൊ സത്യം പറയുന്നവരുടെ കൂടെ നിലയുറപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഅറഉ സിദ്ഖ വഇൻ റഅയ്തും അന്നൽ ഹലകത ഫൈന ഫീഹി നജാ. ആപൽക്കരമാണെന്ന് തോന്നിയാലും സത്യം മുറുകെ പിടിക്കണം, വിജയം അതിലാണ് തീർച്ചയായും. അപ്പൊ സത്യത്തിന്റെ ടീമിന്റെ കൂടെ ഉറച്ചു നിൽക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് പറയാണ്, വതഫ്തരികു ഉമ്മത്തി അലാ 73 ഫിർഖ. എൻ്റെ ഉമ്മത്ത് 73 കക്ഷിയാകും. കുല്ലഹാ ഫിന്നാരി ഇല്ലാ വാഹിദ. എല്ലാം നരകത്തിലാണ്, ഒന്നൊഴികെ. അപ്പോൾ സഹാബികൾ ചോദിച്ചു, മാ ഹിയ തിൽകൽ ഫിർഖ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ആ ഒന്ന് ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ സഹാബി. ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് നിലകൊള്ളുന്ന മാർഗത്തെ അനുധാവനം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അന്ന് നിലകൊണ്ട മാർഗം ഏതാണോ അതിനെ അനുധാവനം ചെയ്യുന്നവർ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ യുശാകികി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. തനിക്ക് വ്യക്തമായ സന്മാർഗം വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് എതിർത്തു നിന്നു, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം, അതാരാണ് സത്യവിശ്വാസികൾ? അന്ന് ആയത്തിറക്കുമ്പോൾ ഉണ്ടായ സത്യവിശ്വാസികൾ ആരാണ്? അത് സഹാബികളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് എതിർത്ത് നിൽക്കുക, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിന്തുടരുക, സഹാബികളുടെ അല്ലാത്ത മാർഗത്തെ പിന്തുടരുക. അവരുടെ പ്രത്യേകത എന്താ? അവരെ തിരിഞ്ഞ വഴിക്ക് തന്നെ നാം തിരിച്ചുവിടും, അവരുടെ സങ്കേതം നരകമാണെന്ന. സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നമ്മൾ നേരായ മാർഗത്തിലാക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. അതാരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. ആർ അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചുവോ അവർ അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ എന്നിവരുടെ കൂടെയാണ്. അപ്പൊ അവരുടെ മാർഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നത്. ആ ഒരു മാർഗം, ആ ഒരു സരണി, ആ ഒരു ചിന്താധാര, അത്
അതിലാക്കണം, അതിൽ എന്നെ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വതഫതരികു ഉമ്മത്തി അലാ 73 ഫിർഖ, എൻ്റെ ഉമ്മത്ത് 73 കക്ഷിയാവും, കുല്ലഹാ ഫിന്നാർ, എല്ലാം നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴികെ, വഹിയൽ ജമാഅ, അവർ ജമാഅത്താണ്. എന്താ ഈ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞാൽ സുന്നത്തിന്റെ ആൾക്കാർ, ജമാഅത്തിന്റെ ആൾക്കാർ. ജമാഅത്ത് എന്ന ഉദ്ദേശം ഫഹ്മു സഹാബ എന്നാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബികളുടെയും സരണി പിന്തുടരുന്നവർ, അവരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അതിന് പല രൂപത്തിൽ അർത്ഥവ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാർ ഉണ്ട്. പക്ഷെ അതല്ല, അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം ഇതാണ്. എന്ന് വെച്ചാൽ ചെയ്യൽ സുന്നത്ത്, ചെയ്യാതിരിക്കൽ സുന്നത്ത്, പറയൽ സുന്നത്ത്, പറയാതിരിക്കൽ സുന്നത്ത്, ചിന്തിക്കൽ സുന്നത്ത്, ചിന്തിക്കാതിരിക്കൽ സുന്നത്ത്, എല്ലാം എവിടുന്ന് കിട്ടും? അവിടുന്ന് കിട്ടും. സഹോദരന്മാർ, അതിൽ നമ്മൾ നാട്ടിലെ, ഗ്രാമത്തിലെ, സമൂഹത്തിലെ, വീട്ടിലെ, കുടുംബത്തിലെ, ചുറ്റുപാടിൽ നമ്മൾ ഒറ്റപ്പെട്ടാലും നമ്മൾ അവരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ്. മറ്റൊരു പഠിക്കണം, ഇന്നമാ അൽ ജമാഅത്തു മാ വാഫഖ തഅത്തുല്ലാഹ് വലൗ കുന്ത വഹദക. അതെ, താങ്കൾ തനിച്ചായാലും താങ്കൾ ആരുടെ കൂടെയാണ്? താങ്കൾ ജമാഅത്തിന്റെ കൂടെയാണ്, ജമാഅത്തിന്റെ കൂടെയാണ്. അല്ലാഹുവിനുള്ള അനുസരണമാണ്, അതിനോട് യോജിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അൽ ജമാഅത്ത്. അത് നിങ്ങൾ തനിച്ചാണെങ്കിലും ശരി, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സത്യത്തിനോട് യോജിക്കുന്നതാണ് അൽ ജമാഅത്ത്, അതിൽ താങ്കൾ തനിച്ചാണെങ്കിലും ശരി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹ വല്ലാഹു സമീഉൻ അലീം. മതത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലും ബലപ്രയോഗമേ ഇല്ല. സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർപിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആകയാൽ ഏതൊരു മനുഷ്യൻ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവോ അവൻ പിടിച്ചിട്ടുള്ളത് ബലമുള്ളൊരു കയറിലാണ്, അത് പൊട്ടിപ്പോവുകയില്ല. അപ്പൊ അല്ലാഹുവിൽ വിശ്വസിക്കുക, അതിന്റെ കൂടെ അവനെ ഒഴികെ ആരുമില്ല. എന്നാൽ അവനെ പിടിച്ചിട്ടുള്ള ഏതിലാണ്? അത് ബലമുള്ള കയറിലാണ്. ഏതാണ് ആ കയറ്? അത് ജമാഅത്താണ്, നബിന്റെ കയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയാണ്, സഹാബികളുടെ വഴിയാണ്. അത് ഞാൻ നാട്ടിൽ ഇപ്പോൾ തനിച്ചാണെങ്കിലും ഞാൻ പിടിച്ചിട്ടുള്ളത് വലിയൊരു കയറാണ്. അത് പൊട്ടിപ്പോയില്ല. വല്ലാഹു സമീഉൻ അലീം. അല്ലാഹു എല്ലാം കേൾക്കുന്നവരും അറിയുന്നവരുമാണ്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ. തങ്ങളുടെ റബ്ബിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് കാലത്തും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നീ നിന്റെ മനസ്സിനെ അടക്കി നിർത്തുക. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അവരെ വിട്ടുമാറി പോകാതിരിക്കട്ടെ. വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ സിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. ഏതൊരുവന്റെ ഹൃദയത്തെ നമ്മുടെ സ്മരണയെ വിട്ട് നാം അശ്രദ്ധമാക്കി ഇരിക്കുന്നുവോ, ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും ചെയ്തിരിക്കുന്നുവോ അവന്റെ കാര്യം അതിരി കവിഞ്ഞിരിക്കുന്നു, അവനെ നീ അനുസരിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നീ നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക എന്ന് ആരോടാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. വലാ തഅദു ഐനാക അൻകും തുരീദു സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിന്റെ പളവിളിപ്പുകൾ, ദുനിയാവിന്റെ പ്രൗഢികൾ, പൊങ്ങച്ചങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ, സുഖസൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും, അതിന്റെ പിന്നാലെ നീ നോക്കണ്ട. രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ സ്മരിച്ച് തൗഹീദുള്ള മുവഹിദുകളുടെ കൂടെ താങ്കൾ താങ്കളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. കാരണം സഹോദരന്മാർ, അതെന്താണ്? അത് സത്യത്തിന്റെ ടീമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിൽ നിന്നാണ് സത്യമുള്ളത്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇന്നാ അഅ്തദിനാ ലിൽളാലിമീന നാറൻ അഹാത ബിഹിം സുറാദികുഹാ വയസ്തഗീസു യുഗാസു ബിമാഹിൻ
കൽമുഹ്ലി യശ്ഫിൽ വുജൂഹ് ബിസ ശറാബു വസാഅത് മുർതഫഖ. സത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റബ്ബിൽ നിന്നാണ്. ആരാണ് ഉദ്ദേശിക്കുന്നത് അതവർ ഉൾക്കൊള്ളട്ടെ. ആരാണ് അതിൽ താല്പര്യം കാണിക്കുന്നത് അതിനെ അവർ പിന്തുടരട്ടെ. ഒരാൾക്ക് താല്പര്യമില്ല, അവനവർ അവിശ്വസിച്ചു കൊള്ളട്ടെ. ഏതായാലും സ്വർഗവും നരകവും ഒക്കെ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ അവിശ്വസിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അതികഠിനമായ അവരുടെ മുഖം കരിച്ചു കളിയുന്ന സങ്കേതമുള്ള നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരന്മാർ, ഇവിടെ പറഞ്ഞത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുണ്ടായി, വമൻ തകബ്ബറ അനിൽ ഇൽഖിയാദി ലിൽ ഹഖ് വലൗ ജാഉ അലാ യദി സഗീരിൻ ഔ യുബ്ഗിലുഹു ഔ യുആദി ഫഇന്നമാ തകബ്ബറു വലല്ലാഹ് ഫഇന്നല്ലാഹു ഹുവൽ ഹഖ്. തനിക്ക് ഇഷ്ടമില്ലാത്തവരിൽ നിന്നോ ശത്രുത പുലർത്തുന്നവരിൽ നിന്നോ തന്നേക്കാൾ നിലവാരം കുറഞ്ഞവരിൽ നിന്നോ ആണെന്നതിൻ്റെ പേരിൽ ഒരാൾ സത്യം സ്വീകരിക്കാതെ അഹങ്കാരം കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ അഹങ്കാരം കാണിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. അപ്പൊ ഈ പറയുന്ന ആള് അത് മറ്റേയാളാണ്, വഹാബികളാണ്. ഈ പറയുന്ന ആള് മറ്റേയാളാണ്, ഇയാളാണ്. പക്ഷെ അയാൾ പറയുന്നത് സത്യമാണെങ്കിലോ ആ സത്യം ഉൾക്കൊള്ളുന്നതിൽ നിന്ന് വിമുഖനാകുന്നത് എന്തുകൊണ്ടാണ്? അയാളെ എനിക്കിഷ്ടമില്ല എന്നതിന്റെ പേരിൽ മാത്രമാണ്. പക്ഷെ അയാൾ പറയുന്നത് സത്യമാണ്. അങ്ങനെ ഒരാൾ സത്യത്തെ ഉൾക്കൊള്ളാതെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അയാൾ അഹങ്കാരം കാണിക്കുന്ന ആരോടാണ്? അള്ളാഹുവിനോട് മാത്രമാണ്. കാരണം അള്ളാഹുവാണ് പരമമായ സത്യം. സഹോദരന്മാരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനവിഭാഗത്തിലെ ഒന്നൊഴിച്ച് എല്ലാവരും നരകത്തിൽ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനവിഭാഗത്തിൽ ഒന്നൊഴികെ എല്ലാവരും നരകത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ ഉമ്മത്തിൽ ഒന്നൊഴികെ എല്ലാവരും നരകത്തിൽ. അപ്പൊ അതിനുള്ള കാരണം എന്താണ്? അത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. യഅനി അൽ അഹ്വാ, അവർ ദേഹേച്ഛന്റെ ആൾക്കാർ, സ്വാർത്ഥതയുടെ ആൾക്കാർ. ഇന്നഹു സയഖ്റുജു ഫീ ഉമ്മത്തി അഖ്വാമുൻ തതജാറാ ബിഹിമുൽ അഹ്വാ കമാ യതജാറാ അൽ കൽബു ബിസാഹിബിഹി. എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം പുറപ്പെടും, ഇച്ഛകൾ അവരെ വിളിച്ചു കൊണ്ടുപോകും, ഒരു നായ അതിന്റെ ഉടമസ്ഥനെയും കൊണ്ടുപോകുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിപ്പിക്കപ്പെട്ട വ്യക്തിയെ ആ രോഗം എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ ദേഹേച്ഛയുള്ള സ്വാർത്ഥതയുള്ള ആൾക്കാരെ സ്വന്തം ദേഹേച്ഛകൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അവന്റെ ശരീരത്തിലെ ഓരോ ജോയിന്റിലും ഓരോ ഞരമ്പുകളിലും ഈ സുഖക്കേട് വ്യാപിക്കുന്ന എന്ന് പറഞ്ഞ നാട്ടിലുള്ള സ്ഥാനമുണ്ട്, പ്രൗഢിയുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, മഹലുണ്ട്. ഈ നാട്ടിൽ ഇങ്ങനെയുള്ള സുഖസൗകര്യങ്ങളുണ്ട്. ഞാനൊരു കല്യാണ വീട്ടിൽ പോയാൽ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൽ ഞാൻ കാരണവറാണ്, എന്നെ എല്ലാവരും ആദരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് മാറിപ്പോവുക? ഈ ദേഹേച്ഛ അയാളുടെ ഞരമ്പുകളിലും ശരീരത്തിലും ഒക്കെ വ്യാപിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ചിന്താധാര ഉണ്ടാവും. യഥാർത്ഥ സത്യത്തെ അയാൾ ഒരിക്കലും ഉൾക്കൊള്ളുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലൻ തർവാ അൻകൽ യഖൂദു വലൻ നസാറ ഹത്താ തത്തബിയ മില്ലതഹും ഖുൽ ഇന്നൽ ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. യഹൂദർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഒരിക്കലും യഹൂദർക്കോ ക്രൈസ്തവർക്കോ താങ്കളെ കുറിച്ച് തൃപ്തി വരികയില്ല. താങ്കൾ അവരുടെ മില്ലത്ത് മാർഗം അനുധാവനം ചെയ്തത് വരെ. താങ്കൾ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കണം, അവരുടെ ക്രിസ്മസ് ആഘോഷിക്കണം, അവരുടെ സാന്റാക്ലോസിന് അപ്പൂപ്പനെടുത്ത് തൂക്കണം, അവരുടെ എന്തൊക്കെ മില്ലത്തുണ്ടോ അത് താങ്കൾ അനുധാവനം ചെയ്തത് വരെ അവർക്ക് ഒരിക്കലും താങ്കളെ കുറിച്ച് തൃപ്തി വരികയില്ല. ഇനിയെങ്ങാനും താങ്കളെങ്ങാനും അവരുടെ ഇച്ഛകളെ അനുധാവനം ചെയ്താലോ എന്താ പ്രശ്നം? അള്ളാഹുവിൽ നിന്ന് താങ്കളെ സഹായിക്കാൻ വേണ്ടി ഒരു സഹായം ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്ന് പറഞ്ഞാൽ ഇച്ഛകളെ മാറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതം. ഏതിനെ സ്വീകരിക്കണം? അള്ളാഹുവിൽ നിന്നുള്ള, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുള്ള ജീവിതം. ആ ജീവിതത്തിനാണ് ഫിർഖത്തുൻ നാജിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സഹോദരന്മാരെ ഖുർആൻ പറഞ്ഞില്ലേ, ലിക്കുല്ലി ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ. നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ നിയമക്രമവും കർമ്മവും
നാം നിശ്ചയിച്ചു തന്നിരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു എന്താണോ അവതരിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത്, അതിനപ്പുറം അവർക്കൊന്നും അറിയേണ്ടതില്ല. അപ്പൊ ഒന്നാമത്തെ മാതൃകാരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ യാ അയ്യുഹൻ നബി ഇത്തഖില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, താങ്കൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തുതിൽ കാഫിരീന വൽ മുനാഫിഖീൻ, മുനാഫിക്കുകളെയും കാഫിരീങ്ങളെയും താങ്കൾ അനുസരിച്ച് പോകരുത്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയാം, വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക, താങ്കളുടെ റബ്ബിൽ നിന്ന് ഇറങ്ങുന്ന വഹീനെ താങ്കൾ ഫോളോ ചെയ്യണം, ഇത്തിബാ ചെയ്യണം. താങ്കൾ എന്ത് ചെയ്യണം? കാഫിറുകളെ അനുസരിക്കരുത്, മുനാഫിക്കുകളെ അനുസരിക്കരുത്. താങ്കളുടെ റബ്ബിൽ നിന്ന് ഇറങ്ങുന്ന വഹീനെ ഫോളോ ചെയ്യണം. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് താങ്കൾ പ്രവർത്തിക്കുന്നതെന്ന് വളരെ സൂക്ഷ്മമായി അറിയുന്ന. അത് എന്ന് വെച്ചാൽ സഹോദരൻ, വഹീനെ പിൻപറ്റണം, വഹീനെ പിൻപറ്റണം. ഖുർആൻ വഹിയാണ്, സുന്നത്ത് വഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ എന്താണ്? അത് വഹിയാണ്. ഇപ്പൊ നിസ്കരിക്കാൻ വേണ്ടി ഖുർആനിൽ ഒരുപാട് കൽപ്പനയുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ കാണുന്ന നിസ്കാരത്തിന്റെ രൂപം അത് ഖുർആനിലില്ല. സക്കാത്ത് കൊടുക്കണമെന്ന് ഒരുപാട് സ്ഥലത്ത് ഖുർആനിലുണ്ട്. പക്ഷെ ഇന്ന ഇനത്തിന് എങ്ങനെ സക്കാത്ത് കൊടുക്കണം അത് ഖുർആനിൽ കാണാൻ വേണ്ടി സാധ്യമല്ല. ഹജ്ജ് ചെയ്യണമെന്ന് ഖുർആനിലുണ്ട്, ഉംറ ചെയ്യണമെന്ന് ഖുർആനിലുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും രൂപം ഖുർആനിൽ കാണില്ല. അത് എവിടുന്നാ കിട്ടിയത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? വഹീന്റെ അടിസ്ഥാനത്തിൽ. അതിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്താൻ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അധികാരമില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വൈദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത് ഖാല الذين لا يرجون لقاءنا نأتي بقرآن غير هذا أو بدل قل ما يكون لي أن أبدله من تلقاء نفسي إن أتبع إلا ما يوحى إلي إني أخاف إن عصيت ربي عذاب يوم عظيم. ചില ആൾക്കാർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇതെന്തൊരു ഖുർആനാണ്, ഇത് ചെറിയൊരു മാറ്റം, ചെറിയൊരു ചേഞ്ച്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഖുർആൻ ഒന്ന് കൊണ്ടുവന്നുകൂടെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, കുൽ നബിയെ പറയുക, മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, ഈ ഖുർആൻ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുക എന്നത് എനിക്ക് പാടുള്ളതല്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലൈ, എനിക്ക് എന്താണോ വഹി ഇറങ്ങുന്നത് അതിന് ഞാൻ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു തരത്തിൽ ചേഞ്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ഉണ്ടാക്കുക, അയാൾ എന്ത് വിചാരിക്കുക, അതുകൊണ്ട് അതിനനുസൃതമായ ആയത്തിറക്കുക, അതൊന്നും എനിക്ക് പറ്റുകയില്ല. ഞാൻ എന്താണോ വഹി ഇറങ്ങുന്നത് അതിനെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. സഹോദരന്മാർ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധി ഉണ്ടായിരുന്ന മനുഷ്യൻ, ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരുന്ന മനുഷ്യൻ, വിവേകത്തിലും തന്റേടത്തിലും ഊർജ്ജസ്വലത്തിലും കാര്യക്ഷമയിലും ഏറ്റവും ഉന്നതനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയുള്ള പ്രവാചകം പറഞ്ഞില്ല എനിക്ക് ഇഷ്ടമുള്ള ഭേദഗതി വരുത്താൻ പറ്റില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ വഹീനെ പിൻപറ്റുക എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യഖൂല ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം ഉണ്ടായിരിക്കാവുന്നതല്ല. വല്ലവനും അള്ളാഹുവും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിപിടിച്ചു പോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ന് വെച്ചാൽ സഹാബികൾ മുഴുവനും പരിപൂർണാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചു. അതുകൊണ്ട് തന്നെ അവർ മുഴുവനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം സ്വർഗത്തിലാണ്. എന്നാൽ വേറെ ചിലർ അവരവർക്ക് ഇഷ്ടമാകുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നു. അല്ലാഹു പറയുന്നുണ്ട്, ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منكم من بعد ذلك وما أولئك بالمؤمنين. അതായത്
തങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും അതിനുശേഷം അവരവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുക, അവരിൽ നിന്ന് ഒരു വിഭാഗം അതാ പിന്മാറിപ്പോകുന്നു, അവർ വിശ്വാസികളല്ല തന്നെ. അവർക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർപ്പ് കൽപ്പിക്കുന്നതിനായി അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ അപ്പോഴതാ അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞു കളിയുന്നു. ന്യായം അവർക്ക് അനുകൂലമാണെങ്കിലോ അവർ അദ്ദേഹത്തിന്റെ റസൂലിന്റെ അടുത്ത് വിധേയത്തോടു കൂടി വരും. ന്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വരുന്നത് അവർക്ക് അനുകൂലമല്ലെങ്കിലോ അവരങ്ങ് പിന്തിരിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ചിന്താധാരകൾക്ക്, നമ്മുടെ സ്വാർത്ഥതകൾക്ക്, നമ്മുടെ സംഘടനക്ക്, നമ്മുടെ കക്ഷികൾക്ക് അനുയോജ്യമായുള്ള ആയാത്തുകളും ഹദീസുകളും സ്വീകരിക്കും. അതല്ലെങ്കിൽ അതിൽ നിന്ന് മെല്ലെ അങ്ങനെ പിന്തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, അറൈത മനിത്തഖദ ഇലാഹു ഹവ അഫഅന്ത തകൂനു അലൈഹി വകീല എന്ന് പറഞ്ഞാൽ അറിയോ? സ്വന്തം ദേഹേച്ച് ഇലാഹാക്കിയവനെ കണ്ടുവോ? സ്വന്തം തോർത്തതെ, സ്വന്തം താല്പര്യത്തെ ഇലാഹാക്കിയവനെ കണ്ടുവോ? അഫഅന്ത തകൂനു അലൈഹി വകീല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ മകളും വ്യാഖ്യാനിച്ചത്, ഒരാൾ അല്ലാഹുവിന്റെ മാർഗദർശനത്തെ വിട്ട് അവനവന്റെ താല്പര്യങ്ങളെയും ദേഹേച്ഛകളെയും ഇച്ഛകളെയും കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുമ്പോൾ അവൻ സ്വന്തത്തെ ഇലാഹാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അള്ളാഹുവിലും അവന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള പൂർണ്ണമായ അനുസരണം, സത്യം കണ്ടാൽ അതിലേക്കുള്ള വിധേയത്വം എന്നതാണ് നമുക്ക് വിജയിക്കാനുള്ള മാർഗം. ഈ പിഴച്ചുപോയ ഏത് കക്ഷികളെ നോക്കിയാലും അവർ പിഴച്ചു പോകാനുണ്ടായിരുന്ന കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും സഹാബികളുടെ ചര്യകളോട് കാണിക്കുന്ന വിമുഖതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സത്യം ഉൾക്കൊള്ളുന്നവരായി പ്രവർത്തിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇപ്പം നമുക്കറിയാത്ത ദീനി വിഷയങ്ങൾ ഒരുപാടുമുണ്ടാവും. അതിനുള്ള പോംവഴി എന്താണ്? ഇരുത്തം ചെന്ന നല്ല അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്വയം പ്രഖ്യാപിതമായ പണ്ഡിതൻ എന്ന് വേഷധാരികളായി നടക്കുന്ന ഒരുപാട് പേര് ആൾക്കാരുണ്ട്. ഖുർആനിൽ ഉണ്ടാവുകയില്ല, ഹദീസ് സംബന്ധമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. അയാൾ അറബി ഭാഷയിലോ മറ്റോ എന്തെങ്കിലും ഡിഗ്രിയോ ബിരുദോ എടുത്തിട്ടുണ്ടാവും. അയാൾ സമൂഹം പണ്ഡിതനാക്കിയിട്ടുണ്ടാവും, ജനങ്ങളും പണ്ഡിതനാക്കിയിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഇരുത്തം ചെന്ന പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരോട് കാര്യങ്ങൾ ചോദിച്ച് പഠിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഫൈദാ ജാഅഹും അംറുൻ മിനൽ അംരി ഔൽ ഖൗഫി അദാഉ ബി വലൗ റദ്ദൂഹു ഇല റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان الا قليلا. സമാധാനപരമായിട്ടോ ഭീതിപരമായിട്ടോ ബന്ധപ്പെട്ട വല്ല വാർത്തയും അവർക്ക് വന്നു കിട്ടിയാൽ അവരത് പ്രചരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരത് റസൂലിന്റെയും അവരിലെ കാര്യ വിവരമുള്ളവരുടെയും തീരുമാനത്തിന് വിട്ടിരുന്നെങ്കിൽ. അങ്ങനെ അവരത് റസൂലിന്റെയും അവരിലുള്ള കാര്യവിവരമുള്ളവരുടെയും തീരുമാനത്തിന് വിട്ടിരുന്നെങ്കിൽ അവരുടെ കൂട്ടത്തിൽ അത് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളവർ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളുമായിരുന്നു എന്ന് പറഞ്ഞതറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ടുള്ള, ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ള, ദീനുമായിട്ടുള്ള അറിവ് നന്നായിട്ടുള്ളവരോടിലേക്ക് കാര്യങ്ങൾ വിടണം, അവരോട് ചോദിച്ച് പഠിക്കണം. എന്ന് വെച്ചാൽ ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വിവാദമാക്കേണ്ടതില്ല. പഠിപ്പിക്കുകയാണ് വേണ്ടത്. പരിചയമില്ലാത്ത വിഷയമാണെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്നവരോട് അഭിപ്രായം തേടണം. ഇപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലേ അദ്ദേഹം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അബൂ മൂസ എന്ന സഹാബി, അബ്ദുല്ലാഹി ഇബ്നു കൈസും എന്നതിന്റെ പേരുണ്ട്, വിളിപ്പേരുണ്ട്, അദ്ദേഹം വീട്ടിലേക്ക് വന്നു. എന്നിട്ട് 3 പ്രാവശ്യം സലാം ചൊല്ലി. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം കുറച്ച് തിരക്കിലായിരുന്നു.
അത് വീടിൻ്റെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല അബൂ മൂസയുടെ ശബ്ദമല്ലേ ഞാൻ കേട്ടത്, അദ്ദേഹം എവിടെ പോയി? അദ്ദേഹം അങ്ങോട്ട് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ തിരിഞ്ഞു പോകാനുണ്ടായിരുന്ന കാരണം? ഞാൻ നിങ്ങൾക്ക് 3 പ്രാവശ്യം സലാം ചൊല്ലി, നിങ്ങൾ സലാം മടക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് 3 പ്രാവശ്യം സലാം ചൊല്ലിയിട്ട് മറുപടി നൽകിയിട്ടില്ലെങ്കിൽ അവിടെ തിരിഞ്ഞു പോകണം. നമ്മളെന്ത് ചെയ്യുക? നമ്മളിങ്ങനെ എത്തി നോക്കും, അടുക്കളയിലോട്ട് പോയി നോക്കും. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി അവിടെ പോയി 3 പ്രാവശ്യം സലാം ചൊല്ലി, മറുപടി ഒന്നും കേട്ടില്ല, അദ്ദേഹം തിരിഞ്ഞു പോയി. ഈ ഹദീസ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയുമായിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? ആ ഹദീസ് ഉണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്. ഇതിന്റെ വൈജ്ഞാനത്തുണ്ടല്ലോ, നിങ്ങൾ എനിക്ക് ഹാജരാക്കണം, ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സമാധാനം ഉണ്ടായില്ല. അദ്ദേഹം അൻസാരികൾ ഇരിക്കുന്ന പണ്ഡിത സദസ്സ്, പണ്ഡിതന്മാർ, ഉന്നതരായ സഹാബികൾ ഇരിക്കുന്ന സദസ്സിലേക്ക് പോയി കാര്യങ്ങൾ തിരക്കി. അവർ പറഞ്ഞു, നമ്മൾ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് അറിയാലോ, നിങ്ങൾ എന്താണ്? അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലെ തിരക്കും ഇടപാടും എന്നെ അശ്രദ്ധമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കേട്ടപ്പോൾ അത് അദ്ദേഹത്തിന് പരിചിതമുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് തിരക്കുകയാണ്, അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുക. എത്രയെത്ര റിപ്പോർട്ടുകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സഹോദരന്മാരെ, സഹാബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുകയാണ്. ഒരിക്കലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉദ്ധരിച്ചു. എന്താണ് ഹദീസ് എന്നറിയാമോ? ഒരാള് ജനാസനെ പിന്തുടർന്നു, എന്നിട്ട് അയാൾ ജനാസനെ പിന്തുടർന്നുകൊണ്ട് ജനാസ നിസ്കരിച്ചാൽ അയാൾക്ക് 2 ഖീറാത്തുണ്ട് എന്ന് അബൂ ഹുറൈറ പറഞ്ഞു. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു കേട്ടു. അദ്ദേഹം മദീന ഭൂമി പള്ളിയിൽ നിന്ന് അല്പം ഒരു പിടി മണ്ണ് വാരിയെടുത്തിട്ട് പറഞ്ഞു, അക്സർ അലീന അബൂ ഹുറൈറ. ഈ അബൂ ഹുറൈറ എന്തെല്ലാം പറയുന്നു, നമ്മളിൽ എന്തെല്ലാം ഈ അധികരിപ്പിക്കുന്നത്, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം എന്താക്കി, നേരെ ആളെ അയച്ചു. ആരടുത്ത്? നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക്. അപ്പൊ അവര് പറഞ്ഞു, സദഖ അബൂ ഹുറൈറ, ഞാനും കേട്ടിട്ടുണ്ട്, ജനാസ പിന്തുടർന്ന് നിസ്കരിച്ച 2 ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്നുള്ളത് ഞാനും കേട്ടിട്ടുണ്ടെന്ന്. അപ്പൊ അബൂ ഹുറൈറയുടെ പ്രതികരണം എന്നറിയാം, ഇബ്നു ഉമറിന്റെ പ്രതികരണം എന്താ? ലഖദ് ഫറത്നാ ഫീ ഖറാഹീത കസീറ. ഞാൻ എത്ര പ്രതിഫലം നഷ്ടപ്പെടുത്തി കളഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഞാൻ എത്ര പ്രതിഫലം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. സഹോദരന്മാർ, ഇങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ നീട്ടുന്നില്ല. ഇപ്പൊ പിതാമഹിയുടെ സ്വത്തവകാശ പ്രശ്നം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുൻപാകെ വന്നു. അദ്ദേഹം ഈ പ്രശ്നത്തിൽ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസൊന്നും ഞാൻ കേട്ടിരുന്നില്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ലോഹർ നിസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് സഹാബിയോട് ചോദിച്ചു, പിതാമഹിയുടെ സ്വത്തവകാശത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? മുഗീറത്ത് ബിൻ ശുഅബ പറഞ്ഞു, 6-1 കൊടുക്കണം. വേറെ ആരാ കേട്ടത്? മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, 6-1 കൊടുക്കണം. കണ്ട, അവർ അന്വേഷിക്കുകയാണ്, പഠിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. ഒരുപാട് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഇപ്പൊ കൊല്ലപ്പെട്ട ഗർഭസ്ഥ ശിശുവിന്റെ നഷ്ടപരിഹാരം തീയ പ്രശ്നം വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അത് സംബന്ധമായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. ശറിയ പ്രമാണങ്ങളൊന്നും അദ്ദേഹത്തിന് ഇത് വശമുണ്ടായിരുന്നില്ല. അദ്ദേഹം സഹാബികളോട് അന്വേഷിച്ചു, ഇക്കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം എന്താ? മുഗീറത്ത് ബിൻ ശുഅബ പറഞ്ഞു, പ്രായശ്ചിത്തമായ ഒരു അടിമയെ മോചിപ്പിക്കുകയോ ശിശുവിന്റെ പിതാവിന് 50 ദീനാറോ 500 ദിർഹമോ കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപാട് റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവില്ലാത്ത സംഗതികൾ ഏറ്റവും കൂടുതൽ അറിവുള്ളവരോട് ചോദിച്ച് എന്നിട്ട് തെളിവ് ആരുടെ കയ്യിലാണ്, പ്രമാണം ആരുടെ കയ്യിലാണ്, ഖുർആനിന്റെ നസ്സും ഹദീസുകളുടെ നസ്സും ആരുടെ കയ്യിലാണ് എന്ന് അന്വേഷിച്ച് പഠിച്ച് അത് ഉൾക്കൊള്ളുന്നവരായി തീരാൻ വേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ ഫിർഖത്തുൻ നാജിയുടെ ഈ 73-ൽ പറഞ്ഞ ഒരു വിഭാഗത്തിന്റെ ഗുണഗണങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാന തത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യം സത്യമായി ഉൾക്കൊള്ളുക. സത്യം എന്ന് പറഞ്ഞാൽ അത് പ്രമാണമാണ്, അത് അള്ളാഹുവിൻ്റെ കിതാബാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, സഹാബികളുടെ നടപടിക്രമങ്ങളാണ്. അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായി തീരാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാവിധ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക, സുന്നത്തിനോട് വല്ലാത്തൊരു സ്നേഹം കാണിക്കുക. ഏതൊക്കെ വിദഗ്ധകളുണ്ടോ, അനാചാരങ്ങളുണ്ടോ, ആർഭാടങ്ങളുണ്ടോ, പൊങ്ങച്ചങ്ങളുണ്ടോ, അതൊക്കെ കൈയൊഴിഞ്ഞുകൊണ്ട്
ജീവിക്കുക. അള്ളാഹുവിൽ ഇഖ്ലാസും ഇസ്തിഖാമത്തും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ സദാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാരാരോഗങ്ങൾ, വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന മാരാരോഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, ഏതെങ്കിലും അവസരത്തിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, അള്ളാഹുവെ എന്നിവയ്ക്ക് തൊട്ട് നിങ്ങളോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അള്ളാഹുവെ നമ്മുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും കുട്ടികളിലും നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ നാളെ മരണപ്പെട്ടു പോയാൽ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായി കഴിയാനുള്ള ഉത്തമമായ മഹാഭാഗ്യം നമുക്ക് അവർക്കും പ്രദാനം ചെയ്യണമേ. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. മരണപ്പെട്ടുപോയ മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ കൂടെ നമ്മളെ നീ അണിചേർക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد